കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ 7ാം ദിവസം പ്രതിഷേധം കൂടുതൽ ശക്തം. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ പൊതുസമൂഹവും സമരം ഏറ്റെടുത്തു. हम प्रोटेस्ट कर रहे हैं। हम लोग आज खेला था, उस खेला में कलकत्ता वेस्ट बंगाल गवर्नमेंट जो किया है वो बहुत नाइंसाफी है, बहुत नाइंसाफी है। वो लोग बोला है पुलिस नहीं है इसलिए खेला बातिल कर दिया, लेकिन अभी इतना पुलिस कहाँ से आया? गर्मी के टाइम में पुलिस नहीं रहता है, तभी बवाल होता है, लेकिन अभी इतना पुलिस देखिए। हम लोग सिर्फ जस्टिस के लिए आए हैं, इतना सारा पुलिस आ गया, लेकिन जब ओरिजिनल डर्बी होता है तो पुलिस नहीं रहता। कल आज डर्बी के लिए जो पुलिस नहीं था इसलिए डर्बी बातिल कर दिया। अब कहाँ से आ गया इतना पुलिस को गाली दे रहा है आके, पुलिस डायरेक्ट गाली दे रहा है लड़कियों को आके। कोलकाता पुलिस പ്രതിഷേധത്തെ തുടർന്ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ മത്സരം ഉപേക്ഷിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊൽക്കത്തയിൽ നിന്ന്. ബൽറാം, യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഡോക്ടേഴ്സ് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുന്നതാണ് രാജ്യത്തെമ്പാടും നമ്മൾ കണ്ടത്. നിലവിൽ കൊൽക്കത്തയിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്? പ്രവിത, കൊൽക്കത്തയിൽ ഇപ്പോൾ എല്ലാ വേദികളും പ്രതിഷേധ വേദികളായി മാറുകയാണ്. ആരോഗ്യ പ്രവർത്തകർ ദിവസങ്ങളായി, ഒരാഴ്ചയിലേറെയായി പ്രതിഷേധത്തിലാണ്. കലാ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖർ തെരുവിൽ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പോലും വലിയ പ്രതിഷേധ റാലികൾ കണ്ടു. ഇന്ന് നടക്കാനിരുന്ന മത്സരം എന്നുള്ളത് കൊൽക്കത്തയിലെ ബംഗാളിലെ ചിര വൈരികളായ രണ്ട് ടീമുകൾ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരമായിരുന്നു. ദുരന്തോ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മത്സരത്തിൽ ഇരു ടീമുകളിലെയും ആരാധകർ ഒരുമിച്ച് കൈകോർത്ത് ഈ കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഈ മത്സരത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മത്സരം റദ്ദാക്കി. എന്നാൽ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ രണ്ട് ടീമുകളുടെയും ആരാധകർ തയ്യാറായില്ല. അവർ ഈ മുദ്രാവാക്യങ്ങൾ, അതായത് കൊൽക്കത്തയിലെ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം എന്ന മുദ്രാവാക്യം, വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യങ്ങളുമായി ചിരവൈരികളായ രണ്ട് ടീമുകളുടെയും ആരാധകർ തെരുവുകളിൽ കൈകോർക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്ത രംഗങ്ങളാണ് ഇന്ന് അല്പസമയം മുമ്പ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപം കണ്ടത്. പോലീസ് ഈ പ്രതിഷേധക്കാരെ, ഫുട്ബോൾ താരങ്ങൾ, മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയപ്പോൾ പോലീസ് അവരെ പലരെയും കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റിയിരുന്നു. എന്നാൽ ഫുട്ബോൾ ആരാധകർ പോലീസുമായി ഏറ്റുമുട്ടി ആ വാഹനം വളഞ്ഞ് അവരെ മോചിപ്പിക്കുന്ന കാഴ്ചകളും അല്പസമയം മുമ്പ് കൊൽക്കത്ത നഗരം കണ്ടു. അതിനുശേഷവും ഇപ്പോഴും ആരാധകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. 60,000-ഓളം ടിക്കറ്റുകളായിരുന്നു ഇന്ന് നടക്കാനിരുന്ന റദ്ദാക്കപ്പെട്ട മത്സരത്തിനായി വിറ്റുപോയിരുന്നത്. എന്നാൽ ഈ 60,000-ൽ പരം ആളുകളാണ് പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും വലിയ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ഗേറ്റുകളിലും ആളുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകർക്കൊപ്പം തന്നെ പൊതുജനങ്ങളും പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. വലിയ പ്രതിഷേധം സമീപകാലത്ത് ബംഗാൾ കണ്ടതിൽ വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, പ്രായഭേദമന്യേ പല തൊഴിലിടങ്ങളിൽ നിന്നായുള്ള, പല പ്രായത്തിൽ നിന്നുള്ള, പല പശ്ചാത്തലമുള്ള ആളുകൾ കുടുംബത്തോടെ അവർ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്, പ്രതിഷേധിക്കുകയാണ്. പകലും രാത്രിയും അവർക്ക് പ്രശ്നമല്ല. ഒരേ ഒരു മുദ്രാവാക്യമാണ് അവർക്കുള്ളത്, വി വാണ്ട് ജസ്റ്റിസ്. ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം, കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം. കൊൽക്കത്തയുടെ, ബംഗാളിന്റെ വികാരമാണ് ഫുട്ബോൾ. ആ ഫുട്ബോൾ മൈതാനം പോലും ഒരു പ്രതിഷേധ വേദിയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. പാരമ്പര്യ വൈരികളായ രണ്ട് ടീമുകൾ നീതി ഉറപ്പാക്കാനായി. കൊൽക്കത്തയിൽ ഡോക്ടർ ഡ്യൂട്ടിക്കിടെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്ര വലിയ പ്രതിഷേധം രാജ്യത്തെമ്പാടും നടക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലും ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തന്നെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ മത്സരം ഉപേക്ഷിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകി.